അതെ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എൻ്റെ രീതിയിലുള്ള ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണേൽ പറയാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഒരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഭയങ്കര നേരത്തെയാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റ് 8 മണിയായി. അതൊക്കെ കഴിഞ്ഞ് പയ്യെ പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ നല്ല വെട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, രാവിലെ നേരത്തെ എഴുന്നേറ്റ് പണികളൊക്കെ തീർക്കുന്നതാണ് ശരിക്കും സുഖം. പക്ഷേ മടി കാരണം അവധി ദിവസങ്ങളിൽ ലേറ്റായിട്ട് എഴുന്നേൽക്കുള്ളൂ. അങ്ങനെ അങ്ങ് കിടക്കും. പിന്നെ ബാക്കിയെല്ലാം ചെയ്യാൻ ഭയങ്കര ക്ഷീണവും മടിയൊക്കെയാണ്. അവധി ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരമെങ്കിലും ഇരുന്ന് വായിക്കാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടമുള്ളൊരു പരിപാടിയാണ്. അത് കഴിഞ്ഞ് പയ്യെ പോയി പാലൊക്കെ തിളപ്പിച്ച് ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടി കുടിച്ചു കേട്ടോ. അവധി ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല. ഒന്നാമത്തെ കാരണം ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ അച്ചുമൊക്കെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഏകദേശം 10 മണിയാവാറായി. അങ്ങനെ എല്ലാവരെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ ആടി തൂങ്ങിയിരുന്നു. മുട്ടയും വടയൊക്കെയാണ് കേട്ടോ ഇന്ന് കഴിച്ചത്. അങ്ങനെയല്ല തോരനാണ് കേട്ടോ, മത്തൻ്റെ ഇലയില്ലേ, മത്തൻ്റെ ഇലയാണ്. ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മത്തനില തോരൻ. ഈ ഇലക്കറികളിൽ ആകെ ഇഷ്ടം മുരിങ്ങയില മത്തനിലയാണ്. നമ്മുടെ ചീരയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇഷ്ടമല്ല കേട്ടോ. എനിക്കിഷ്ടമാണ്. ഞാൻ ഈ ആടുവർഗത്തിൽ പെട്ടതൊക്കെയാണെന്ന് തോന്നുന്നത്. എനിക്കതൊക്കെ ഇഷ്ടമായി, ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പം ഇന്ന് ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാ. പറിച്ചിട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഫുള്ള് നാടൻ വിഭവങ്ങൾ കേട്ടോ. എന്നും നാടൻ വിഭവമാണ്, ഇന്ന് കുറച്ചും കൂടെ നാടൻ. പിന്നെ ഈ വീഡിയോയിൽ കാണുന്നതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതല്ല കേട്ടോ. സ്ഥിരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ബോൾ കണ്ടോ, ഇത് ഇതിനകത്ത് റൂമിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ കളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇവരെന്തൊക്കെ അക്രമമാണെന്നറിയാം കാണിക്കുക. എന്നും ഞാനും ഇവരും തമ്മിൽ അടിയാ. രണ്ടുപേരും കൂടെ നോക്കിക്കേ, അടിച്ച് മീൻ കുളത്തിലിട്ടു. പാവ, അവർ പേടിച്ചിട്ടുണ്ടാവും. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ നിങ്ങളോട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബോൾ എടുത്തോട്ട് പോകണമെന്ന് പറഞ്ഞല്ലേ. മനുവേട്ടനാണ് എല്ലാത്തിനും കാരണം കേട്ടാ. മനുവേട്ടൻ തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അത് ഇങ്ങനെ എടുത്ത് ഇതിനകത്ത് ഉള്ളിലിടരുതെന്ന്. എങ്ങടാ എന്നും ഇത് തന്നെ നിൽക്കാൻ നിൽപ്പുണ്ടാ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. ബോള് കളിക്കും, എന്നിട്ട് രണ്ടുപേരും കൂടെ കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ അടിച്ച് അവിടെ ഇവിടെയൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അച്ചു മതി കേട്ടാ. ശരിക്കും ഒരു ദിവസം അവധി കിട്ടിയ ബംഗാളിപ്പണിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇന്ന് കുറച്ച് മുളകൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ കഴുകി ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണേ. വീട്ടിലിരിക്കുന്ന ദിവസമൊക്കെ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പം ഞാനതെല്ലാം കഴുകി ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഉണ്ടോ കുരുമുളക് കഴുകി ഉണങ്ങി വെച്ചേക്കുന്നു. കുറച്ച് അല്ലാത്ത മുളകുണ്ട്. എന്താ പരിപാടി? ഇതെന്തിനാ? പുല്ല് കഴിക്കാനോ? വേണ്ടോ? ഈ പുല്ലൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ റോഡിൻ്റെ സൈഡിലായിട്ട് ഇതാകുമ്പോൾ കരിഞ്ഞു പോയിക്കോളൂല്ലോ. നമ്മുടെ വലുതിൻ്റെ ഇതുണ്ടായിരുന്നില്ല അവനേട്ട മരുന്നടിക്കുന്ന കുപ്പി, അതിൻ്റെ ഇല്ല. കുറച്ച് വെച്ചാൽ മതിയായിരിക്കും അല്ലേ? ടോബി കുരയ്ക്കുന്ന കേട്ടോ, അവൻ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ സപ്പോർട്ട ഉണ്ട് കേട്ടോ. അതിനകത്ത് 2-3 സപ്പോർട്ട ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഇത് കറക്റ്റ് മൂത്തോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? ഞാനൊരു ഇതായി കഴിയുമ്പോൾ പറിച്ചെടുക്കും. നല്ല മധുരമാണ് കേട്ടോ ഇതിന്. ഇപ്പോൾ കുറച്ചധികം ഉണ്ടാവാറുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടും. അപ്പം എല്ലാവരും ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ചെടികൾ വാങ്ങിച്ച് നടുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തന്നെ പറിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ കൂടെ തന്നെ നട്ടു വളർത്തുന്നുണ്ടല്ലേ ആവശ്യമുള്ളതൊക്കെ. ഇന്ന് എല്ലാ പണികളും ആടി തൂങ്ങിയാണ് കേട്ടോ. സാധാരണ എൻ്റെ പണികളൊക്കെ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് തീർന്ന് അച്ഛനെ സ്കൂളിൽ വിട്ട് ഞാനും ജോലിക്ക് പോയി മനോടനും ജോലിക്ക് പോകേണ്ട സമയമാണ്. ഇപ്പോൾ രാവിലെ മുതൽ 3 മണി വരെ കിടന്നിട്ട് പണിയെടുത്താലും തീരില്ല. ഉച്ചയാവണം ചോറും കറിയൊക്കെ ആകണമെങ്കിൽ. ബാക്കിയുള്ള
പണികളൊക്കെ തീരണമെങ്കിൽ. ഞാൻ വിചാരിക്കും രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് എല്ലാം തീർക്കുവാണെങ്കിൽ എന്ത് സുഖമാണ്. പക്ഷേ അവധിയാണെന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ കിടന്നു പോകും സുഖമായിട്ട്. ആഹാ. പക്ഷേ ആ സുഖം കിടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നി ബംഗാളിയാണ് ബംഗാളി. എനിക്കങ്ങനെയാണ് തോന്നാറ്. എത്ര എടുത്താലും തീരില്ല പണികൾ. ഇത് കണ്ടോ, ഞാൻ ആ ഉപ്പേരി വെച്ചത് ഇങ്ങനെയാണ് കേട്ടോ. ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് ആദ്യം ഒന്ന് ഇലയിട്ട് വേവിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കുറച്ച് നേരം കൂടെ ആവി വെച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ വറ്റൽമുളക് ചുട്ടരച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ട്. ഇവിടെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. പെട്ടെന്ന് തീരുകയും ചെയ്യും. നമ്മൾ എത്ര ചമ്മന്തി അരച്ചാലും അത് കഴിയും. അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും. എല്ലാ ചമ്മന്തിയും, മാങ്ങാ ചമ്മന്തി, മുളക് ചമ്മന്തി, എല്ലാ ചമ്മന്തികളും ഇഷ്ടമാണ്. ഇത് വെറുതെ ഞാൻ വറ്റൽമുളക് ചുട്ടിട്ട് അതും ചെറിയുള്ളിയും പുളിയും ഉപ്പും പിന്നെ തേങ്ങയും കൂടെ വെച്ച് അരച്ചാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കാറില്ലേ ഇങ്ങനത്തെ ചമ്മന്തിയൊക്കെ? ചിലർ മുളക് പൊടി ചേർത്ത് ഉണ്ടാക്കും. എനിക്ക് മുളക് പൊടി ചേർത്ത് അരയ്ക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ഈ പല നിറത്തിലുള്ള പപ്പടം നമ്മൾ വയനാട് പോകുമ്പോൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ. എന്നിട്ട് അതും ഫ്രൈ ചെയ്തു. ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അച്ചുക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ചെറിയൊരു നോൺ വെജും കൂടെ ഉണ്ടെങ്കിൽ സന്തോഷം. അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. ചിക്കൻ വറുത്തു, ചിക്കൻ ഫ്രൈ ചെയ്തു. പിന്നെ ഞാൻ നോക്കിയപ്പം ചാറൊന്നുമില്ല. അപ്പോൾ അതിനെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാന്താരിയും ചെറിയുള്ളിയും കൂടെ ചതച്ച് തൈര്, നല്ല കട്ട തൈരുണ്ടായിരുന്നു, അതിനകത്തിട്ട് ഇളക്കി. അതിൻ്റെ ഇടയിൽ പുറത്ത് മുളക് വെച്ചിരിക്കുന്നത് 2-3 പ്രാവശ്യം പോയി ഒന്ന് ഇളക്കിയിട്ടു കേട്ടോ. ഇല്ലെങ്കിൽ അത് ഇങ്ങനെ എന്താ പറയുക, വെള്ളം വിട്ടത് മാതിരി ഇരിക്കും. ഞാൻ വെള്ളത്തിൽ ഇട്ട് കഴുകി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ക്ലീനിങ് തുടങ്ങി. അടിച്ചു വാരാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പല സമയത്ത് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ട്. എടുത്ത കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്ത് ഭയങ്കര ശീലമായത് കാരണം പകുതിയും മറന്നുപോയി. അപ്പോൾ പകുതി ഡേ ഇൻ മൈ ലൈഫാണ് ശരിക്കും ഇതിനകത്തുള്ളത്. ഈ അടിക്കലും തുടയ്ക്കലും ഒക്കെ എന്നും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അത്ര വലിയ പൊടികളൊന്നും ഉണ്ടാവാറില്ല. ഡെയിലി ഞാൻ അടിച്ചു വാരിയിട്ടിട്ട്, എത്ര സമയമില്ലെങ്കിലും അടിച്ചു വാരിയിട്ട് പോകാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ അച്ഛന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ. ബാക്കിയുള്ള ദിവസമൊക്കെ അത് സ്കൂളിൽ പോകും, ഞാനും ജോലിക്ക് പോകും. അപ്പോൾ നമ്മുടെ കുറേ കാര്യങ്ങളൊന്നും, ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ലല്ലോ. അവൻ ഇലയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇലയിൽ കഴിക്കുന്നതുകൊണ്ട് രണ്ടുണ്ട് ഗുണം. ഒന്ന്, നമ്മുടെ ഇഷ്ടം നടക്കും. പിന്നെ രണ്ടാമത്തേത്, പാത്രം കഴുകാനുള്ള പാത്രത്തിൻ്റെ എണ്ണം അങ്ങോട്ട് കുറയും. പിന്നെ ഈ ഇല വെട്ടാൻ വേറൊരു കാരണം കൂടി ഉണ്ടെന്ന് മനുവേട്ടൻ പറഞ്ഞു. അവിടെ കുറേ കുഞ്ഞുങ്ങൾ, അതായത് വാഴക്കന്നുകൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ വെട്ടിക്കളയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് മുന്നേ നല്ല ഇല നോക്കി 2-3 മുറിച്ചെടുത്താണ് കേട്ടോ. മിക്ക സൺഡേയും ഞങ്ങൾ ഇലയിൽ തന്നെയാണ് കഴിക്കാറ്. ഇപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയാലും ബിരിയാണി ഉണ്ടാക്കിയാലും ചോറുണ്ടാക്കിയാലും ഇലയിൽ തന്നെയായിരിക്കും മിക്കപ്പോഴും കഴിക്കുന്നത്. അത്യാവശ്യത്തിന് വാഴയൊക്കെ പറമ്പിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇലയൊക്കെ വെട്ടിയെടുക്കാമല്ലോ. കണ്ടോ, ആ ഒരെണ്ണം നിർത്തി ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞു. പിന്നെ കുറച്ചധികം പേരയ്ക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ മഴ പെയ്ത് കഴിഞ്ഞത് കാരണം ഇങ്ങനെ പുള്ളിക്കുത്തുകളും ഉള്ളിൽ പുഴുവും ഒക്കെ ഉണ്ട്. പക്ഷേ കുറേ നല്ല പേരയ്ക്കകളുണ്ട്. ചിലതിലൊക്കെ പുഴുള്ളൂ, അധികം പുഴുവില്ല. നല്ല ഒത്തിരി പേരയ്ക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. കുറേ കിളികൾ പറിച്ച് തിന്നും. തലയുടെ മുകളിൽ കണ്ടോ അവനുണ്ട്. അത് തന്നെ ആണോ? നിറയെ പേരൊക്കെയുണ്ട്. പക്ഷേ കുറേയൊക്കെ മഴ കാരണം പുഴുവൊക്കെ ആയി. ബാക്കിയുള്ളത് കിളി കൊത്തി തിന്നും. കുറച്ച് കിളികൾക്ക് കൊടുക്കും, കുറച്ച് ഞങ്ങൾ കഴിക്കും. ഉണ്ടോ? കിട്ടി. നല്ല വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാരങ്ങ അച്ചാറുണ്ട്. നാരങ്ങ കറി പോലത്തെ കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മത്തനില വെച്ചില്ലേ, അത്, ഉപ്പേരി, പിന്നെ നല്ല ചമ്മന്തി ഉണ്ട്, മുളക് ചുട്ടരച്ച ചമ്മന്തി, പിന്നെ ഇതാ ചിക്കൻ ഉണ്ട്, ചിക്കൻ ഫ്രൈ, പിന്നെ നല്ല കാന്താരിയും ചെറിയുള്ളി ഇട്ട തൈരും. ആഹാ, അത് എൻ്റെ അച്ചൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇല കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഇലയിലൊക്കെ കഴിക്കാറുണ്ട്. അപ്പം ഞാൻ കഴിക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ഫ്രൈഡ് റൈസ്, ബിരിയാണി, നെയ്ച്ചോറ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നതിനേക്കാൾ എനിക്കിതുപോലത്തുള്ള നാടൻ ഭക്ഷണം കഴിക്കുന്നതാണ് ഇഷ്ടം. ചോറും കറിയും എന്തെങ്കിലുമൊക്കെ കുറച്ച് തൈരുണ്ടെങ്കിൽ അത്രയും സന്തോഷം. പിന്നെ അതെല്ലാം കഴിച്ച് വയറ് നിറച്ച് നമ്മുടെ പേരേന്ന് പറിച്ച പേരക്കയും കഴിച്ച് അങ്ങനെ ഫുഡ് അവസാനിപ്പിച്ചു. ഇന്നത്തെ ഫ്രൂട്ട് ഇതാണ് കേട്ടോ. നോക്കിയ ചോറൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഒരാൾ വന്ന് കിടക്കുന്നത് എന്ത് സുഖമാണല്ലേ. ഒരു പണിയും ചെയ്യണ്ട.
സ്കൂളിൽ പോവുക, ടി വി കാണുക, കളിക്കുക, ചിരിക്കുക, ഇങ്ങനെ നടക്കുക. ഇതെല്ലാം കഴിഞ്ഞതേ ഞങ്ങൾ വൈകുന്നേരം വരട്ടം പറഞ്ഞു എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഇതെവിടെയാണ് പോകുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതൊരു വീഡിയോ ആയിട്ടിടാം, നിങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലോങ് വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും ഫുള്ളൊന്ന് കണ്ടു നോക്കുക. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പം ഞങ്ങളങ്ങനെ പുറത്ത് പോയി ലേറ്റായിട്ടാണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്ന പാടെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ടോബീൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ച്. ടോബീനെ വൈകുന്നേരം ഇറക്കി വിട്ടില്ലെങ്കിൽ അവന് ഭയങ്കര പിണക്കവും പരിഭവവും ഒക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ വിളിച്ചതൊന്നും വരത്തില്ല. അല്ലെങ്കിൽ ഇച്ചിരി കുറുമ്പാണ്, എന്നാലും അവനെ എന്നിട്ട് ഞങ്ങൾ കുറേ നേരം അഴിച്ചു വിടുക ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞ് അച്ചുവിനെ കുറച്ച് നേരം പഠിപ്പിച്ചു. അവന് പഠിക്കാനുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അവനെ കൊണ്ട് പറയിച്ച് കുറച്ച് നേരം അങ്ങനെ പോയി. ഡെയിലി കുറച്ച് പഠിപ്പിച്ച് വെക്കുവാണെങ്കിൽ അതാണ് കേട്ടോ എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. കാരണം അല്ലെങ്കിൽ ഈ എക്സാമൊക്കെ ആവുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് ജോലിയുടെ തിരക്ക് കാരണം ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ തന്നെ റിവൈസ് ചെയ്തെടുത്തോളൂ. ഇപ്പം അങ്ങനെയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടിയിട്ട് ഒത്തിരി പഠിക്കാനുണ്ടാവും കുട്ടിക്ക്, അത് ഭയങ്കര പാടാവില്ലേ. അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ഓരോ കളിയും വർത്താനവും ഒക്കെ ആയിരുന്നു. അവൻ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൻ. എനിക്ക് തോന്നുന്ന കുഞ്ഞിലേ മുതൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കും. അങ്ങനെ ഇതറിയാവുന്നത് കാരണം അവൻ്റെ മാമി വാങ്ങിച്ച് കൊടുത്തതാണ്. ഇത്തവണ മാമി UK നിന്ന് വന്നപ്പോൾ അവന് കൊണ്ടു കൊടുത്താണ് ഒരു പെൻസിലിൻ്റെ ഒരു പൗച്ച്. നല്ല രസമുണ്ട്, അതിനകത്ത് കുറേ പെൻസിലുകളുണ്ട് കേട്ടോ. അങ്ങനെ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി ഒരു ദിവസം കൂടി പോയി. എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ബൈ.